സിമ്പിളായിട്ടുള്ളൊരു ചുരിദാറിൻ്റെ ടോപ്പാണ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കസ്റ്റമറുടെ ദേഹത്തു നിന്ന് എടുത്ത അളവാണ് ഇവിടെ എഴുതി വെച്ചിരിപ്പുണ്ട്. നീളം, വണ്ണം, ഷോൾഡർ, കൈക്കുഴി, ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്. അപ്പോൾ അളവെല്ലാം ഇവിടെ എഴുതി വെച്ചിരിപ്പുണ്ട്. ഈ അളവനുസരിച്ചിട്ടാണ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു നൈറ്റി തുണിയാണ്. ഇതിൻ്റെ പ്രിൻ്റ് എല്ലാം ഒരുപോലെയാണ് വരുന്നത്. അതുകൊണ്ടിത് ഞാൻ 4 ആയിട്ട് അങ്ങ് മടക്കി ഇട്ടിരിക്കുകയാണ്. ചീത്തവശമാണ് ഇട്ടിരിക്കുന്നത്. നല്ല വശം ഇതാണ്, ചീത്തവശമാണ് മടക്കി ഇട്ടിരിക്കുന്നത്. തുണി 4 ആയിട്ട് മടക്കിയിട്ടു. ഇതിനുശേഷം ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് നീളം അടയാളപ്പെടുത്താം. നീളം, കസ്റ്റമറിൻ്റെ നീളം 37 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, 1.5 ഇഞ്ച് കൂടെ കൂട്ടി 38.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടെ ഒരു 38.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി ഇതായിരുന്നു നേരെ വരയ്ക്കാം. അടുത്തതായിട്ട് കഴുത്തകലം നമുക്ക് ഇതിനൊരു 3 ഇഞ്ച് അല്ല 3.5 ഇഞ്ച്, ഞാനിവിടെ 3 ഇഞ്ച് ആണ് എടുക്കുന്നത് കഴുത്തകലം. ഷോൾഡർ കസ്റ്റമറിന് 2.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ തയ്യൽ തുമ്പ് കൂടെ കൂട്ടി ഒരു 3 ഇഞ്ച് കൊടുക്കുന്നു. അടുത്തായിട്ട് ആം റൗണ്ടിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തിയാണ്. 6 ഇഞ്ച് അടയാളപ്പെടുത്തി നോക്കുവാണ്. കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് കുറച്ചും കൂടി എടുക്കണം. ഇവിടെ നിങ്ങോട്ടും ഈ സെയിം ആല് ഇവിടെ 6 ഇഞ്ചാണ്. ആ 6 ഇഞ്ച് ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അതൊന്ന് നേരെ വരച്ചു കൊടുക്കാം. ഇനി അടുത്തത് ഇവിടെ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കണം. വണ്ണം 37 ഇഞ്ചിൻ്റെ 4 എന്ന് പറയുമ്പോൾ 9.25 ആ 9.25 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുക. ഇനി ഈ 6 ഇഞ്ചിൻ്റെ പകുതി, 6 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി ഇനി ഈ 3 ലൈനും കൂടെ, ഈ 3 ഡോട്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത്, ഇനി കസ്റ്റമറിൻ്റെ ആം റൗണ്ട് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. 18 ഇഞ്ചിൻ്റെ പകുതി ഇവിടെ കിട്ടണം. 18 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 9 ഇഞ്ചാണ്. 9 ഇഞ്ച് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കണം. 6, 7, 8 ഇഞ്ചും ഒരു പോയിൻ്റ് കൂടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഇഞ്ചും കൂടെ താത്ത് വരയ്ക്കുകയാണ്. നമുക്ക് ആം റൗണ്ട് ഇവിടെ കറക്റ്റ് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ടൈറ്റായിട്ടിരിക്കും കൈക്കുഴി. ഇവിടെ നിന്ന് വീണ്ടും 1.5 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി ഇതിൻ്റെ പകുതി 3.25 അടയാളപ്പെടുത്തി ഈ 3 ഡോട്ടും കൂടെ ജോയിൻ്റ് ചെയ്തു. ഇനി ഒന്ന് അളന്ന് നോക്കാം. 5, 6, 7, ഇപ്പം 9 ഇഞ്ച് കിട്ടുന്നുണ്ട്. അടുത്തായിട്ട് ഇവിടെ നമ്മുടെ തയ്യൽ തുമ്പ്, ഞാൻ തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് കൊടുക്കുന്നവർക്ക് 1.5 ഇഞ്ച് കൊടുക്കാം. ഞാൻ 2 ഇഞ്ച് കൊടുക്കുന്നത്. തയ്ച്ച് കഴിഞ്ഞിട്ട് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് കട്ട് ചെയ്ത് കളയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഇവിടുന്ന് ഒരു 14 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടുന്ന്, ഷോൾഡർ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയത്, ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ടൊരു 14 ഇഞ്ച് നമ്മുടെ ഇടവണ്ണമാണ്. ഈ ഇടവണ്ണം ഇവിടെ അടയാളപ്പെടുത്തണം. അപ്പോൾ ഇവിടെ കസ്റ്റമറിൻ്റെ ഇടവണ്ണം എന്ന് പറയുന്നത് 33 ഇഞ്ചാണ്. 33 ഇഞ്ചിൻ്റെ 4 എടുക്കുക. ഇപ്പോൾ 8.25 വരുന്നത്. 8.25 2 ഇഞ്ച് തയ്യൽ തുമ്പും അത് അടയാളപ്പെടുത്തി. ഇനി ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴോട്ട് ഒരു 20 ഇഞ്ച് അല്ലെങ്കിൽ 21 ഇഞ്ചൊക്കെ എടുക്കാം. ഞാനിവിടെ 20.5 എടുക്കുന്നത്. അപ്പോൾ ഈ 20.5 അവിടുന്ന്
അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 37 ഇഞ്ച്. അപ്പം 37ൻ്റെ കൂടെ ഈ കസ്റ്റമറിന് അത്യാവശ്യം എന്താ ബൈക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ നല്ലതായിട്ട് ലൂസ് ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ അവർക്ക് നല്ല പിടുത്തമായിരിക്കും അവിടെ. അപ്പോൾ ഞാനിവിടെ കസ്റ്റമറിന് ഒരു 39 ഇഞ്ച് കണക്കാക്കിയാണ് വണ്ണം അടയാളപ്പെടുത്തുന്നത്. 39ൻ്റെ 4 എടുക്കുക. 4 എന്ന് പറയുമ്പോൾ 9.25 വരും. 9.25ൻ്റെ കൂടെ പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ മടക്കി അടിക്കണ്ടേ, ഇവിടെ മുകളിൽ ആ മടക്കി അടിക്കാനായിട്ട് ഒരു ഇഞ്ചും കൂടെ കൂടുതൽ എടുക്കുക. ഇനി ഈ മൂന്ന് വരയും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഈ സെയിം അളവ് തന്നെയാണ് കേട്ടോ താഴെ എടുക്കുന്നത്. ഇത് നേരെ വരച്ചു കൊടുക്കാം. ഇനി ഇത്ര നമുക്കിനി കട്ട് ചെയ്ത് മാറ്റാം. അത് കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നീക്കിയിടുവാണ്. ഈ രണ്ടാമത് വരച്ച വരെ കൂടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ സ്ലിറ്റിന് അടയാളപ്പെടുത്തിയില്ലയോ, ആ അടയാളപ്പെടുത്തിയിടാം. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാം. പിന്നെ നമുക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ട് ബൈക്ക് ഒരുപോലെയാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡാർട്ടും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഡാർട്ട് അടയാളപ്പെടുത്താൻ നമ്മളിവിടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 14 ഇഞ്ച് അടയാളപ്പെടുത്തിയിരുന്നല്ലോ. ഇത് ബാക്ക് പീസായിട്ട് അങ്ങ് എടുത്താൽ മതി. ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 14 ഇഞ്ച് ദേ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങോട്ട് ഒരു 4 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി, മുകളിലോട്ടും ഒരു 4 ഇഞ്ച്, ഇവിടെ നിന്ന് താഴോട്ടും ഒരു 4 ഇഞ്ച്. ഇവിടെ ഇങ്ങോട്ട് കൂടെ നോക്കണം കേട്ടോ, കറക്റ്റാണോ എന്ന്. കറക്റ്റാണ്. ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ സെയിം രീതിയിൽ തന്നെ ബാക്കിലോട്ട് ചെയ്യാം. ബാക്കിലോട്ട് ചെയ്യാൻ ഒരു എളുപ്പവഴിയുണ്ട്. നമ്മൾ തിരിച്ചിടണ്ട. ഇതേ ഇവിടെ നിന്ന് ഒരു സൂചി എടുത്ത് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് തിരിച്ചു കൊടുത്തിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് കുത്തി കൊടുക്കുക. തിരിച്ചിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. സൂചി കുത്തിയെടുത്ത് അതിനുശേഷം തിരിച്ചിട്ടിട്ട് നമ്മളിവിടാണ് കുത്തി കൊടുത്തത്. ഇതൊന്ന് നേരെ വരച്ചു കൊടുക്കാം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ടും ബാക്കും വെട്ടിയിട്ടുണ്ട്. നമുക്ക് കഴുത്തും കൂടെ ഒന്ന് വെട്ടാം. കഴുത്ത് ഞാൻ ഈ ഒരു പേപ്പറിനകത്തിലാണ് വെട്ടിയെടുക്കുന്നത്. പേപ്പർ എല്ലാവർക്കും അറിയായിരിക്കും.
ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടുന്ന് കഴുത്തകലം വേണ്ടത് എത്രയാണെന്ന് നോക്കാം. കഴുത്തകലം ഫ്രണ്ടിലേക്ക് വേണ്ടത് 5.5 അപ്പോൾ 5.5 അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടും 3 ഇഞ്ച് അടയാളപ്പെടുത്തി ഇതൊന്ന് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പാണ് നെക്ക് എടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അകലം എടുക്കുക. ഇവിടെ ഇങ്ങോട്ട് ഇത് ഫ്രണ്ട് നെക്ക്. അടുത്ത് ബാക്ക് നെക്ക്. ബാക്ക് നെക്ക് 3 ഇഞ്ച് അകലം അടയാളപ്പെടുത്തി. ബാക്ക് നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ്. അപ്പോൾ 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി. നമ്മൾ ബാക്കിലെ റൗണ്ടിനൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. അത് ഇത്രയും ഭാഗം മാത്രം ഒന്ന് വളച്ചു കൊടുത്താൽ മതി. വെട്ടിയെടുക്കുമ്പോൾ കറക്റ്റാണ്. നമുക്ക് ഇനി വെട്ടിയെടുക്കാം. ഞാൻ ഈ ഷേപ്പിൽ ഇനി വെട്ടിയെടുക്കുകയാണേ. ഇച്ചിരി താഴോട്ടായി പോയിട്ടുണ്ട്. അത് ഇറങ്ങിപ്പോത്തൊന്നുമില്ല. ഇത്തിരി വൈഡായിട്ടൊന്നും അല്ല വരുന്നത്. ഇത് ഫ്രണ്ട് നെക്ക്. അടുത്ത ബാക്ക് നെക്കും കൂടെ വെട്ടിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് നെക്ക്, ഇത് ബാക്ക് നെക്ക്. നമുക്ക് വേറൊരു തുണിയിൽ വെച്ച് അയൺ ചെയ്തെടുക്കണം. അടുത്ത സ്ലീവ് വെട്ടിയില്ല. സ്ലീവും കൂടെ വെട്ടിയെടുക്കാം. സ്ലീവ് വെട്ടാനായിട്ട് ഈ തുണി 4ആയിട്ട് മടക്കിയിട്ടു. ഇത് നേരെ ഒരു വര വരയ്ക്കുകയാണ്. അത് അരിക് വേണ്ട, അതുകൊണ്ടാണ് ഈ ഒരു അരിക് കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ലീവിൻ്റെ നീളം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ തയ്യൽത്തുമ്പ് കൂട്ടി 8 ഇഞ്ച് വെട്ടിയെടുക്കാം. 8 ഇഞ്ച്. അപ്പോൾ വണ്ണം എന്ന് പറയുന്നത് 12.5 12യുടെ പകുതി 6.25. 6.25ൻ്റെ കൂടെ ഒരു 1.25 കൂടെ എടുക്കുകയാണ്. 7.25 എടുത്തു. ഇവിടുന്ന് താഴേക്ക് നമ്മുടെ കൈക്കുഴിയുടെ പകുതിയില്ലേ, കൈക്കുഴിയുടെ പകുതി എത്രയായിരുന്നു? 18 ആം റൗണ്ട് 9. അപ്പോൾ നമുക്ക് 1 ഇഞ്ചും കൂടെ കൂട്ടി ഒരു 10 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്താം. ഈ 10 ഇഞ്ചിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 3.25 അടയാളപ്പെടുത്തി. ഇത് നേരെ ഒരു വര വരയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ പകുതി ഇവിടെ 10.5 വന്നിരിക്കുക. 10.5യുടെ പകുതി എന്ന് പറയുമ്പോൾ 5.25. ഇതിനൊന്ന് ഷേപ്പിൽ വരച്ചു കൊടുക്കാം.
ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് അകത്തോട്ട് നീക്കിയാണ് അടയാളപ്പെടുത്തുന്നത്. നേരെ ഒരു വര വരച്ചു. അപ്പോൾ നമുക്കിവിടെ 9 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കാം, തയ്യൽത്തുമ്പ് കൂടാതെ. 9 ഇഞ്ചും കിട്ടുന്നുണ്ട്, 2 ഇഞ്ച് തയ്യൽത്തുമ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിടാം. ഇവിടെ നിന്ന് 1/4 ഇഞ്ച് അകത്തോട്ട് കയറ്റിയാണ് എടുത്തിരിക്കുന്നത്. സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ഫ്രണ്ടിൽ വരുന്ന ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കണം. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം. അതൊന്ന് അടയാളപ്പെടുത്തിയിട്ടേക്കാം. അപ്പോൾ കട്ടിങ് എന്ന് പറയുന്നത് ഇത്രേ വരുന്നുള്ളൂ. സ്ലീവ്, ഫ്രണ്ട് നെക്ക്, ബാക്ക് നെക്ക്, ഇത് ഫ്രണ്ടും ബാക്ക്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കട്ടിങ് ഇത്രയേ ഉള്ളൂ.